സാക്ഷികളായി തീരാൻ ഉണരു യുവതയെ നീ. ഒന്നിച്ചൊന്ന ചേരാം, സ്നേഹം പങ്കുവെക്കാം, അറിവിൻ മധുരം പകരാൻ മുന്നേറാം. മത്തുമ നൽകിയ പ്രേഷിത ചൈതന്യത്തിനാളമുജ്വലിപ്പിക്കാൻ. മിഷനെ അറിയാം, മിഷണറിയാകാം, മിഷനെ സ്നേഹിക്കാം, മിഷണറിയാകാം. മിഷനെ അറിയാം, മിഷണറിയാകാം, മിഷനെ സ്നേഹിക്കാം, മിഷണറിയാകാം. മിഷനെ അറിയാൻ, മിഷനെ സ്നേഹിക്കാൻ, മിഷണറിയാകാൻ. സഭയുടെ പ്രേക്ഷിത അവബോധന പ്രവർത്തനങ്ങൾക്ക് സെയിന്റ് തോമസ് മിഷണറി സൊസൈറ്റിയുടെ ഏറ്റവും പുതിയ സംഭാവന. സെയിന്റ് തോമസ് മിഷണറി സൊസൈറ്റിയുടെ മാധ്യമ വിഭാഗമായ സാൻഡോ മീഡിയയും ഷാലോം ടെലിവിഷനും ചേർന്നൊരുക്കുന്ന ദി അൾട്ടിമേറ്റ് എന്റർടൈൻമെന്റ് മിഷൻ ക്വിസ് ഓൺ വീൽസ് സാൻഡോ മിഷൻ ക്വിസ്റ്റേൻമെന്റിലേക്ക് ഏവർക്കും സ്വാഗതം. ചോദ്യങ്ങളും സമ്മാനങ്ങളുമായി നമ്മുടെ പ്രേക്ഷിത വാഹിനി ഇന്ന് എത്തി നിൽക്കുന്നത് മാനന്തവാടി രൂപതയിലെ നടവയൽ ഹോളി ക്രോസ് മേജർ ആർക്കി എപ്പിസ്കോപ്പൽ ഇടവക ദേവാലയത്തിലാണ്. കുടിയേറ്റ ജനതയോടുള്ള സഭയുടെ കരുതലിന്റെ പ്രതീകം. ഇന്ന് 50 വർഷം പിന്നിട്ട് കേരളത്തിലെ മികച്ച രൂപതകളിൽ ഒന്നായി മാറിയിരിക്കുകയാണ് മാനന്തവാടി രൂപത. ചീക്കല്ലൂർ നടവയൽ എടം എന്ന പൂർവ്വനാമത്തിൽ നിന്നാണ് നടവയൽ എന്ന പേര് വന്നത് എന്ന് കരുതപ്പെടുന്നു. വിശ്വാസ തീഷ്ണതയിൽ വളർന്നു വരുന്ന ഒരു ഇടവക ജനമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. എല്ലാവരെയും ഞങ്ങൾ ഒരുപോലെ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഇന്ന് 4 പാർട്ടിസിപ്പന്റ് ആണ് നമുക്ക് ഇവിടെ ക്വിസ്റ്റേൻമെന്റിനായി വന്നിട്ടുള്ളത്. വളരെ സ്നേഹത്തോടെ 4 പേരെയും ഞങ്ങൾ പ്രേക്ഷിത വാഹിനിയുടെ അടുത്തേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ 4 പാർട്ടിസിപ്പൻസും നമ്മുടെ മുന്നിലുണ്ട്. നമുക്ക് അവരെ പരിചയപ്പെടാം. പേരും ഇടവകയും ചോദിച്ചറിഞ്ഞ് പരിചയപ്പെടാം. ഇവിടെ തുടങ്ങിയാലോ? എൻ്റെ പേര് ഹെലേന, ഞാൻ വരുന്നത് ചുണ്ടക്കര ഇടവകയിൽ നിന്നാണ്. എൻ്റെ പേര് സനു ജോസ്, ഞാൻ വരുന്നത് സെന്റ് സെബാസ്റ്റ്യൻ സെസ് തോൺസാൽ നിന്നാണ്. എൻ്റെ പേര് ഐറൻ മേരി സജി, ഞാൻ വരുന്നത് നടവേൽ ഇടവകയിൽ നിന്നാണ്. എൻ്റെ പേര് അധീന ആൽഫിൻ ടോം, ഞാൻ വരുന്നത് തോണിച്ചാൽ ഇടവകയിൽ നിന്നാണ്. 4 മിടുക്കികളാണ് ഇന്ന് ക്വിസ്റ്റേൻമെന്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ 4 പാർട്ടിസിപ്പൻസിലും നമുക്കെല്ലാവരും ഒരേപോലെ ഒറ്റ സമയത്ത് പ്രേക്ഷിത വാഹിനിയിൽ കയറ്റാൻ പറ്റുമോ? ഇല്ല. ഒരാളായിരിക്കും നമ്മുടെ പ്രേക്ഷിത വാഹിനിയിൽ ആദ്യം കയറാനായിട്ട് പോകുന്നത്. അതിനു മുന്നേ നമ്മുടെ ക്വിസ്റ്റേൻമെന്റിന് കുറച്ച് റൂൾസ് ഉണ്ട്. നമ്മുടെ പാർട്ടിസിപ്പൻസിനും അതുപോലെ ഓഡിയൻസിനും നിങ്ങൾക്ക് ഓരോരുത്തർക്കും ആ റൂൾസ് പറഞ്ഞു തരേണ്ടത് ഞങ്ങളുടെ ചുമതലയാണ്. 4 റൗണ്ടുകളാണ് ഓരോ പാർട്ടിസിപ്പന്റിനും ഉണ്ടാവുന്നത്. സഭാ ചരിത്രത്തെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ജെറുസലേം റൗണ്ട്, തോമസ് ലിഹായും മിഷനെയും കുറിച്ചുള്ള അഡ്ജൻഡസ് റൗണ്ട്, വിഷ്വൽ റൗണ്ടായ ജെറീക്കോ റൗണ്ട്, വിശുദ്ധരെ പരിചയപ്പെടുത്തുന്ന മാർഗം റൗണ്ട്. ഈ 4 റൗണ്ടുകളിൽ ഏത് ഓർഡർ വേണമെന്നുള്ളത് നിങ്ങൾക്ക് തീരുമാനിക്കാം. നിങ്ങൾക്ക് ജെറുസലേം ആണ് ആദ്യം ഇഷ്ടമെങ്കിൽ ജെറുസലേം, ജെറീക്കോ, അഡ്ജൻഡസ്, അല്ലെങ്കിൽ ജെറീക്കോയാണ് ആദ്യം ഇഷ്ടമെങ്കിൽ ജെറീക്കോ, അഡ്ജൻഡസ്, ജെറുസലേം, അങ്ങനെ ഏത് ഓർഡർ വേണമെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം. 4 റൗണ്ടുകളിലായി 6 ചോദ്യങ്ങളായിരിക്കും നിങ്ങളെ കാത്തു നിൽക്കുന്നത്. അതുകൂടാതെ ഇടവകയെയോ രൂപതയെയോ സംബന്ധിച്ചിട്ടുള്ള ഒരു 7ാമത്തെ ചോദ്യം കൂടെ നിങ്ങൾക്കുണ്ടാകുന്നതാണ്. ഓരോ റൗണ്ടിന് ശേഷവും നിങ്ങൾക്ക് സമ്മാനങ്ങൾ ഉണ്ടായിരിക്കും. എന്നാൽ 7 ചോദ്യത്തിനും ശരിയായ ഉത്തരം പറയുന്ന വിജയിക്കായിരിക്കും പാർട്ടിസിപ്പേഷൻ സർട്ടിഫിക്കറ്റും മെമന്റോയും ഗിഫ്റ്റ് ബാഗും ലഭിക്കുക. എല്ലാവരും ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരും ഒരേപോലെ തന്നെ പങ്കാളിയാവേണ്ട ഒന്നാണ് നമ്മുടെ ക്വിസ്റ്റേൻമെന്റ്. നിങ്ങൾ ഓരോരുത്തർക്കും വേണ്ടി ഒരു ഓഡിയൻസ് റൗണ്ട് കൂടെ നമ്മളുടെ ഓരോ എപ്പിസോഡുകളിലും ഉണ്ടാകുന്നതാണ്. നിങ്ങൾ ഓഡിയൻസിനായിട്ട് 2 ചോദ്യങ്ങളാണ് ഞങ്ങൾ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. നമ്മുടെ പാർട്ടിസിപ്പൻസിനെ പോലെ തന്നെ നിങ്ങൾക്കും സ്റ്റാർ ആകാൻ പറ്റിയൊരു ചാൻസ് ആണിത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പ്രേക്ഷിത വാഹിനിയിൽ ആര് കയറണമെന്ന് തീരുമാനിച്ചാലോ? അതെ, ഒരു ഗെയിം കൊടുത്ത് തന്നെ നമുക്ക് തീരുമാനിക്കാം. നിങ്ങൾ റെഡിയല്ലേ? ടെൻഷൻ ഉണ്ടോ നിങ്ങൾക്ക്? ഓഡിയൻസ് ഇവർക്കൊരു ഗെയിം കൊടുത്താലോ നമുക്ക്? അവരും സമ്മതിച്ചിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് ഒരു ചോദ്യമാണ്. ഈ ചോദ്യത്തിന് ഏറ്റവും ആദ്യം ഉത്തരം പറയുന്ന ആൾ ആരാണോ ആ പാർട്ടിസിപ്പൻ്റ് ആയിരിക്കും ആദ്യം നമ്മുടെ പ്രേക്ഷിത വാഹിനിയിൽ കയറാൻ പോകുന്നത്. റെഡിയല്ലേ?
വളരെ ആലോചിച്ചൊക്കെ ഉത്തരം പറയാനുള്ള സമയമൊന്നുമില്ല, പെട്ടെന്ന് ഉത്തരം പറയണം. ചോദ്യം ഇതാണ്: അപ്പസ്തോല പ്രവർത്തനങ്ങളുടെ രചയിതാവ് ആരാണ്? ലൂക്ക. എല്ലാവരും പറഞ്ഞു മിടുക്കികളാ അല്ലേ? പക്ഷേ ഒരാൾക്കാണ് കേറാൻ പറ്റുള്ളൂ. അതുകൊണ്ട് അടുത്ത ചോദ്യം ചോദിക്കാം. വെളിപാടിന്റെ രചയിതാവ് ആരാണ്? യോഹന്നാൻ. ആദ്യം പറഞ്ഞത് അറ്റത്തിക്കുന്ന കുട്ടിയാണ്. എല്ലാരും കണ്ടായിരുന്നല്ലോ അല്ലേ? എല്ലാരും കണ്ടില്ലേ ആദ്യം ഉത്തരം പറഞ്ഞത് ആരാണെന്ന്? അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മുടെ പ്രേക്ഷിത വാഹിനിയിൽ കയറാൻ പോകുന്നത് ആരാണ്? അധീനയാണ് ആദ്യം നമ്മുടെ പ്രേക്ഷിത വാഹിനിയിൽ കയറാൻ പോകുന്നത്. ബാക്കി പാർട്ടിസിപ്പൻസിന് സീറ്റിലേക്ക് മടങ്ങാം. നിങ്ങൾക്ക് വിഷമിക്കണ്ട, നിങ്ങൾക്ക് ഇനിയും മത്സരങ്ങളുണ്ട്. എന്നിട്ട് തീരുമാനിക്കാം അടുത്തത് ഇനി ആരാണ് പ്രേക്ഷിത വാഹിനിയിൽ കയറാൻ പോകുന്നതെന്ന്. നല്ലൊരു കൈയടി നമുക്ക് കൊടുക്കാം. അധീനയാണ് നമ്മുടെ പ്രേക്ഷിത വാഹിനിയിൽ ആദ്യം കയറാൻ പോകുന്നത്. അടുത്തതായി ആശംസ അറിയിച്ച് സംസാരിക്കുന്നതിനായി ഹോളി ക്രോസ് മേജർ ആർക്കി എപ്പിസ്കോപ്പൽ നടവയിൽ ഇടവകയിൽ നിന്നും അസിസ്റ്റന്റ് വികാർ അനൂപ് കോച്ചേരിലിനെ ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. തീർച്ചയായിട്ടും ഇത് വലിയൊരു സന്തോഷത്തിൻ്റെ നിമിഷമാണ്. കാരണം MST കോൺഗ്രിഗേഷൻ്റെ മീഡിയ വിഭാഗമായ സാന്തോ മീഡിയയും അതുപോലെ ശാലോം ടെലിവിഷനും ചേർന്ന് നടത്തുന്ന ഈ മിഷൻ ക്വിസ്റ്റൈൻമെൻറ്റ് വലിയ ഒരു ഉത്തരവാദിത്തമാണ് അവർ ചുമലിലേറ്റിയിരിക്കുന്നത്. കുഞ്ഞുമക്കളിലേക്ക്, വളർന്നു വരുന്ന തലമുറയിലേക്ക് മിഷൻ ചൈതന്യം പകർന്നു കൊടുക്കുക എന്ന വലിയ ഒരു കർത്തവ്യം അവർ വളരെ മനോഹരമായിട്ട് നിർവഹിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഒത്തിരി സന്തോഷമുണ്ട് ഇന്നിവിടെ ആയിരിക്കുമ്പോൾ. നടവയൽ മേജർ ആർക്കി എപ്പിസ്കോപ്പൽ ചർച്ച് ഇടവകയിലെ ഇടവകാംഗങ്ങളുടെ മുമ്പിൽ എന്നിങ്ങനെ നിൽക്കുമ്പോൾ ഇതൊരു അഭിമാനത്തിൻ്റെ നിമിഷമാണ്. കാരണം ഈ ഇടവകയിലെ കുഞ്ഞുമക്കൾക്ക് വലിയ ഒരു മിഷൻ ചൈതന്യം പകർന്നു കൊടുക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട് എന്നതിലും ഒപ്പം ഈ ഒരു പ്രോഗ്രാമിനോട്, ഈ ഒരു കൂട്ടായ്മയോട് ചേർന്ന് നിൽക്കുവാനുള്ള അവസരം ലഭിച്ചതിനെയോർത്തും. അപ്പോൾ ഇന്നിവിടെ ആയിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഏവർക്കും ഇതിനു പിന്നിൽ പ്രവർത്തിക്കുന്ന സാന്തോ മീഡിയയ്ക്കും ശാലോം ടെലിവിഷനും അവർ ഏറ്റെടുത്തിരിക്കുന്ന ആ വലിയ ഉത്തരവാദിത്തത്തിന് ഹൃദയപൂർവ്വം ഞാൻ നന്ദി പറയുകയാണ്. ഒപ്പം നിങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളും വിജയകരമായി തീരട്ടെ എന്ന് ഒത്തിരിയേറെ ആശംസിക്കുകയും ചെയ്യുകയാണ്. നമ്മുടെ പാർട്ടിസിപ്പന്റ് വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് നമ്മുടെ ചോദ്യങ്ങൾക്കെല്ലാം വേണ്ടിയിട്ട്. അതുപോലെ ഞങ്ങൾക്ക് അറിയാം ഓഡിയൻസും വെയിറ്റിംഗ് ആണ്. അപ്പം നമുക്ക് ആദ്യം തന്നെ അദീനയെ പറ്റി കുറച്ച് അറിയണമല്ലേ? അദീനയുടെ നല്ലൊരു പ്രൊഫൈൽ നമുക്ക് കാണാം. വയനാട് ജില്ലക്കാരിയാണ്. നിങ്ങളിപ്പോൾ നോക്കിയാൽ തന്നെ കാണാം ഒത്തിരി മഴയും മഞ്ഞും കാറ്റും തണുപ്പും ഒക്കെയുള്ള പ്രകൃതിയും ദൈവവും ഒരുമിച്ച് അനുഗ്രഹിച്ച വയനാട് ജില്ലയാണ് എൻ്റെ ജില്ല. ഇവിടെ തന്നെ എപ്പോഴും ആയിരിക്കാനാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. ഇതിൽ മനോഹരമായ സ്ഥലങ്ങൾ അങ്ങനെ ഭൂമി ഒരുപക്ഷെ ഉണ്ടാകില്ല എന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. ഈ മഞ്ഞും കാറ്റും മഴയും ഒക്കെ കൊണ്ട് ദൈവം ഇത്രമേൽ മനോഹരമാക്കി തീർത്ത ഈ വയനാട് ജില്ലയിൽ കൂടെ ഇങ്ങനെ നടക്കാൻ വേണ്ടി എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. എൻ്റെ വീട്ടിൽ എൻ്റെ അച്ഛനുണ്ട്, അമ്മയുണ്ട്, അനിയത്തിയുണ്ട്. ഇവരുടെ ഒക്കെ കൂടെ കുറേ സമയം ചെലവഴിച്ച് നല്ല ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കി കഴിച്ച്, പ്രത്യേകിച്ച് ഈ മഴയുടെ സമയത്തൊക്കെ നല്ല ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കഴിച്ച് കുറേ സമയം ചെലവഴിക്കാൻ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. പ്രൊഫൈല് നമ്മൾ കണ്ടു. പക്ഷെ അധീനയെ കുറിച്ച് കൂടുതൽ നമുക്ക് അറിയണം. പക്ഷേ നമ്മുടെ ക്വിസ് തുടങ്ങുകയും വേണം. അതുകൊണ്ട് പ്രേക്ഷിത വാഹിനിട്ട് കയറിയാലോ? ടെൻഷനൊന്നുമില്ലല്ലോ? ഇല്ല. റൂൾസ് എല്ലാം അറിയാം. അങ്ങനെയാണെങ്കിൽ 4 റൗണ്ടാണ് നമുക്കുള്ളത്. ജെറുസലേം, ജെറിക്കോ, അഡ്ജൻഡസ്, മാർഗം. ഈ 4 റൗണ്ടിൽ ഏത് റൗണ്ടാണ് ആദ്യം ഓപ്റ്റ് ചെയ്യുന്നത്? ജെറുസലേം റൗണ്ട്. സഭാ ചരിത്രത്തെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ചോദ്യങ്ങളാണ് ജെറുസലേം റൗണ്ടിൽ വരുന്നത്. മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യനും അതുപോലെ തന്നെ ഡയറക്റ്റ് ക്വസ്റ്റ്യനുമാണ് ജെറുസലേം റൗണ്ടിൽ ഉള്ളത്. ചോദ്യം കണ്ടാലോ നമുക്ക്? കൊടുങ്ങല്ലൂരിൽ ആദ്യത്തെ ഫ്രാൻസിസ്കൻ സെമിനാരി സ്ഥാപിച്ചത് എന്ന്? 4 ഓപ്ഷൻസ് ആണ് ഉള്ളത്. 1550, 1948, 1549, 1540. ഉത്തരം ഓപ്ഷൻ ഡി, 1540. ഓപ്ഷൻ
ഡി 1540. 1540. ഉറപ്പാണോ? ഉറപ്പാണ്. ആൻസർ ചെക്ക് ചെയ്താലോ? ചെക്ക് ചെയ്യാം. കൺഗ്രാറ്റുലേഷൻസ്, ഉത്തരം ശരിയാണ്. അധീനയുടെ ആദ്യത്തെ ചോദ്യം ശരിയാക്കിയിരിക്കുകയാണ്. ഈ റൗണ്ടിൽ ഒരു ചോദ്യം ബാക്കിയുണ്ട്. ആ ചോദ്യം നോക്കാം. പാതൃവാദോ ഭരണം നിലവിൽ വന്ന വർഷം ഏത്? അതിനുള്ള അധികാരം നൽകിയത് ആര്? നിലവിൽ വന്ന വർഷം 1497. അധികാരം നൽകിയത് അലക്സാണ്ടർ 6 മാർപ്പാപ്പ. ഉറപ്പാണോ? ഉറപ്പാണ്. നല്ല വൃത്തിയായിട്ട് ഉത്തരവൊക്കെ പറയുന്നുണ്ട്. അത്രയ്ക്ക് ഉറപ്പാണെങ്കിൽ നമുക്ക് ആൻസർ ചെക്ക് ചെയ്താലോ? 1497 പരിശുദ്ധ പിതാവ് അലക്സാണ്ടർ 6 മാർപ്പാപ്പയാണ്. ഉത്തരം ശരിയാണ്. നല്ലൊരു കയ്യടി കൊടുത്തേ. ആദ്യത്തെ റൗണ്ടിലെ 2 ചോദ്യങ്ങളും ശരിയാക്കിയിരിക്കുകയാണ്. അപ്പൊ ആദ്യത്തെ റൗണ്ടിന്റെ സമ്മാനം വേണ്ടേ? ആ സമ്മാനം നമുക്ക് അധീനയ്ക്ക് കൊടുത്തേക്കാം. അധീന, വീട്ടിൽ നിന്ന് ആരൊക്കെ വന്നിരിക്കുന്നത്? വീട്ടിൽ നിന്ന് ഇപ്പം അമ്മ മാത്രമേ വന്നിട്ടുള്ളൂ. വീട്ടിൽ ആരൊക്കെയുണ്ട്? അമ്മ, അപ്പ, അനിയത്തി, ഞാൻ. ബാക്കിയെല്ലാം വീട്ടിലിരുന്ന് അധീനയ്ക്ക് സപ്പോർട്ട് നൽകാണ്. അമ്മ ഇവിടെ വന്ന് നേരിട്ട് അധീനയ്ക്ക് സപ്പോർട്ട് നൽകാൻ വന്നിരിക്കുകയാണ് അല്ലേ? അതെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത റൗണ്ടിലേക്ക് പോയാലോ? പോകാം. അവശേഷിക്കുന്നത് 3 റൗണ്ടാണ്. ഇതിൽ ഏത് റൗണ്ടായിരിക്കും അധീന ചൂസ് ചെയ്യാനായിട്ട് പോകുന്നത്? മാർഗം റൗണ്ട്. വിശുദ്ധരെ പരിചയപ്പെടുത്തുന്ന റൗണ്ടാണ് മാർഗം റൗണ്ട്. ഈ റൗണ്ടിൽ 2 വിശുദ്ധരെ കാണിക്കും. അതിൽ അധീനയ്ക്ക് ഇഷ്ടമുള്ള വിശുദ്ധയോ ചൂസ് ചെയ്യാവുന്നതാണ്. നമുക്ക് നോക്കാം ആരെയാണ് കാണിക്കുന്നതെന്ന്. വിശുദ്ധ ചാവറ കുര്യാക്കോസ്, വിശുദ്ധ ലാസർ ദേവസഹായം. ആരെയാണ് അധീനയ്ക്ക് ഇഷ്ടം? വിശുദ്ധ ലാസർ ദേവസഹായം. ചോദ്യം നോക്കാം. ദേവസഹായം ക്രിസ്തുവിനെയും ക്രൈസ്തവ വിശ്വാസത്തെയും ആഴത്തിൽ അറിയുന്നത് ആരിൽ നിന്നുമാണ്? ഹോളണ്ട് രാജാവിന്റെ പടത്തലവനായിരുന്ന ഡിലനോയിൽ നിന്നുമാണ്. ഉറപ്പാണ്? ഉറപ്പാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആൻസർ ചെക്ക് ചെയ്താലോ? ചെക്ക് ചെയ്യാം. സൈന്യാധിപനായിരുന്ന ഡിലനോയിൽ നിന്നും എന്നാണ് ഉത്തരം പറഞ്ഞത്. ഉത്തരം ശരിയാണ്. ചാടി തന്നെ ആൻസർ പറഞ്ഞു അല്ലേ? ഈ റൗണ്ടിൽ ഒരു ചോദ്യമാണ് ഉണ്ടായിരുന്നത്. ആ ഒരു ചോദ്യത്തിന് ശരിയായി തന്നെ ഉത്തരം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ സമ്മാനം കൊടുത്തേക്കാം. ലാസർ ദേവസഹായത്തിന് എത്ര ഇഷ്ടമാണ്, കഥാപ്രസംഗമൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ നമുക്കറിയാമായിരുന്നു ഏകദേശം ഉത്തരം ശരിയായിട്ട് തന്നെ വരുള്ളൂ എന്ന്. അപ്പോൾ അധീന അങ്ങനെ ഉത്തരവൊക്കെ പറഞ്ഞു നിൽക്കുന്ന ഈ ഒരു അവസരത്തിൽ നമ്മളിനി എന്താ ചെയ്യുക? ഇവിടെ ഇരിക്കുന്ന നമ്മളുടെ ഓഡിയൻസിനൊക്കെ വേണ്ടിയിട്ട് അവരെ ഒന്ന് സന്തോഷിപ്പിക്കണ്ടേ? നമുക്ക് സന്തോഷിപ്പിക്കാം. നിങ്ങൾക്കായിട്ടുള്ള ഓഡിയൻസ് റൗണ്ടാണ് അടുത്തത്. അങ്ങനെയാണെങ്കിൽ ചോദിച്ചോട്ടെ. ചോദ്യം ഇതാണ്: വിശുദ്ധ പദവി പ്രഖ്യാപനത്തിനുള്ള ആദ്യഘട്ട നടപടിക്രമങ്ങൾ ആരംഭിച്ചിരിക്കുന്നത് നടവയിൽ ഇടവകാംഗമായ ഏത് വൈദികന്റെയാണ്? ആർക്കെങ്കിലും ആൻസർ അറിയോ? മുന്നോട്ട് വരാമോ? ധൈര്യമായിട്ട് പോരെ. പ്രേക്ഷിത വാഹിനിയുടെ അടുത്ത് വന്ന് ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ സമ്മാനം ഉറപ്പാണ്. എന്തോരം സമ്മാനങ്ങളാ ഇരിക്കുന്നത്. ആൻസർ അറിയാമെങ്കിൽ മുന്നോട്ട് പോരെ. ആൻസർ എന്താണ്? ആർമൺ മാധവത്ത്. വേറെ എന്തെങ്കിലും ആൻസർ? കൈയടിച്ചു അവര്. ഉറപ്പാണോ ഇത് ശരിയാണെന്ന്? ഉറപ്പാണ്. ആൻസർ കറക്റ്റ് ആണ്. ഫാദർ ആർമൺ മാധവത്ത്. വെറുതെ പോയാൽ മതിയോ? നീ സമ്മാനം വേണ്ടേ? വേണം. ആ സമ്മാനം നമുക്ക് കൊടുക്കാം. അങ്ങനെ ഒരു ഓഡിയൻസ് റൗണ്ടും അവസാനിച്ചിരിക്കുന്ന ഈ സമയത്തിൽ അധീനയെ കാത്തിരിക്കുന്നത് 3ാമത്തെ റൗണ്ടാണ്. അവശേഷിക്കുന്നത് 2 റൗണ്ടുകളാണ്. ഏത് റൗണ്ടാണ് ഇനി അടുത്തതായിട്ട് അധീന ചൂസ് ചെയ്യുന്നത്? അഡ്ജൻഡസ്. തോമാസ് ലീഹായും മിഷനെയും കുറിച്ചുള്ള റൗണ്ടാണ് അഡ്ജൻഡസ് റൗണ്ട്. ഇതിൽ 2 ഓപ്ഷൻ ഉണ്ട്: സെയിന്റ് തോമസ്, മിഷൻ. സെയിന്റ് തോമസ് ആണ് ആദ്യം ചൂസ് ചെയ്യുന്നതെങ്കിൽ ആദ്യത്തെ ചോദ്യം മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആയിരിക്കും. തുടർന്ന് വരുന്ന മിഷനെ കുറിച്ചുള്ള ചോദ്യം ഡയറക്റ്റ് ചോദ്യമായിരിക്കും. അഥവാ മിഷൻ ആണ് ആദ്യം ചൂസ് ചെയ്യുന്നതെങ്കിൽ ആദ്യത്തെ ചോദ്യം മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആയിരിക്കും. തുടർന്ന് വരുന്ന സെന്റ് തോമസിനെ കുറിച്ചുള്ള ചോദ്യം ഡയറക്റ്റ് ചോദ്യമായിരിക്കും. ഏതാണ് ആദ്യം ഒപ്റ്റ് ചെയ്യുന്നത്? സെയിന്റ് തോമസിനെ കുറിച്ചുള്ള ചോദ്യം. സെന്റ് തോമസ് ആണ് ഒപ്റ്റ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ചോദ്യം നോക്കാം. ചോദ്യം ഇതാണ്: വടക്ക്
പടിഞ്ഞാറൻ ഇന്ത്യ വിട്ട ശേഷം തോമസ് ലീഹ എവിടേക്കാണ് പോയത്? 4 ഓപ്ഷനാണുള്ളത്. ജപ്പാൻ, ജെറുസലേം, ശ്രീലങ്ക, റോമ. ഓപ്ഷൻ ബി ജെറുസലേം. ജെറുസലേം ഉറപ്പാണ്? 99% ഉറപ്പാണ്. 99% ഉറപ്പാണ്. ആ 1% വെറുതെ വിട്ടുകൊടുത്തേക്കുന്നതാണ്. അതെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഉത്തരം ശരിയാണോ നോക്കിയാലോ? നോക്കാം. ജെറുസലേമാണ് പറഞ്ഞിരിക്കുന്ന ഉത്തരം. ഉത്തരം ശരിയാണ്. നല്ലൊരു കയ്യടി കൊടുത്തേ. ഈ റൗണ്ടിൽ ഒരു ചോദ്യം കൂടി ബാക്കിയുണ്ട്. ആ ചോദ്യം നോക്കാം. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. കർണാടക സംസ്ഥാനത്തിലെ പ്രഥമ സീറോ മലബാർ രൂപത ഏത്? ബൽത്തങ്ങാടി രൂപത. ബൽത്തങ്ങാടിയാണെന്ന് ഉറപ്പാണോ? ഉറപ്പാണ്. തെറ്റില്ലെന്നാണ് എനിക്കും തോന്നുന്നത്. ആൻസർ ചെക്ക് ചെയ്താലോ? ചെക്ക് ചെയ്യാം. കർണാടക സംസ്ഥാനത്തിലെ പ്രഥമ സീറോ മലബാർ രൂപത ബൽത്തങ്ങാടി രൂപതയാണ്. നല്ലൊരു കയ്യടി നമുക്ക് കൊടുക്കാം. എന്തായാലും അവസാനം ഒന്ന് ബുക്ക് മറിച്ച് നോക്കി നന്നായി എന്ന് ഇപ്പൊ തോന്നുന്നുണ്ടാവും അല്ലേ? വളരെ നന്നായി തോന്നുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ റൗണ്ടിലെ 2 ചോദ്യങ്ങളും കഴിഞ്ഞു. 2 ചോദ്യത്തിനും ശരിയായി ഉത്തരം പറഞ്ഞു. സമ്മാനവും നേടിയിരിക്കുകയാണ്. ആ സമ്മാനം നമുക്ക് കൊടുക്കാം. റൗണ്ടുകളൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ അധീന ഒന്ന് വിശ്രമിച്ചോട്ടെ അല്ലേ? അതെ, ഇനി കുറച്ചു നേരം അധീന അവിടെ റെസ്റ്റ് എടുക്ക്. ഈ സമയം നമ്മുടെ ഓഡിയൻസിനൊക്കെ ഒരു മനസ്സിന് സന്തോഷം കൊടുക്കാനായിട്ട് നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? ചെറിയൊരു എന്റർടൈൻമെന്റ്, എന്തെങ്കിലും പ്രോഗ്രാം? നല്ലൊരു പ്രോഗ്രാം നമുക്ക് വേണ്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ആരാണ്? നല്ലൊരു ഡാൻസുമായി നമ്മുടെ മുൻപിലെത്തുന്നു ഋതിക മരിയ ഷെജോയ്. വളരെ സ്നേഹത്തോടെ ഋതികയെ ഞാൻ പ്രേക്ഷിത വാഹിനിയുടെ അടുത്തേക്ക് സ്വാഗതം ചെയ്യുന്നു. മഹൽ സ്നേഹം മുഖഭാവം രക്ഷാദാനം അഭിരാമം മഹൽ സ്നേഹം മുഖഭാവം രക്ഷാദാനം അഭിരാമം യേശു സർവേശ്വര ദേവാശ്രയം നീ യേശു സർവേശ്വര ദേവാശ്രയം നീ തിരുമുഖവും തിരുപദവും തിരുപ്രഭയും തൊഴുന്നു ഞാൻ ആശ്രിത വത്സലനേ മഹൽ സ്നേഹം മുഖഭാവം രക്ഷാദാനം അഭിരാമം തിരുനാമ മഹത്വത്തിൻ ജയഗീതം പാടും ഞാൻ തിരുനാമ മഹത്വത്തിൻ ജയഗീതം പാടും ഞാൻ അരികിൽ അണഞ്ഞിടും ജഗദീശ്വര ഗാഗ 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 ഗരി സനി പനി സാ നിസനി പനി പ ഗപ ഗ സരി
സാരി ഗരി ഗപനി ഗപ ഗപനി സാ ഗപനി പാനി സരി ഗരി സനി സാ സനി സനി പഗരി നി പാനി പഗരി ഗ പഗ പഗരി സനി സാ മഹൽ സ്നേഹം മുഖഭാവം രക്ഷാദാനം അഭിരാമം യേശു സർവേശ്വര ദേവാശ്രയം നീ യേശു സർവേശ്വര ദേവാശ്രയം നീ തിരുമുഖവും തിരുപദവും തിരുപ്രഭയും തൊഴുന്നു ഞാൻ ആശ്രിത വത്സലനെ മഹൽ സ്നേഹം മുഖഭാവം രക്ഷാദാനം അഭിരാമം ആ ആ ഇനി അവശേഷിക്കുന്നത് ജെറിക്കോ റൗണ്ട് ആണ്. വിഷ്വൽ റൗണ്ട് ആണ്. സ്ക്രീനിൽ ഒരു വീഡിയോ പ്ലേ ചെയ്യും. ആ വീഡിയോ വളരെ ശ്രദ്ധാപൂർവം വീക്ഷിക്കുക. ആ വീഡിയോയിൽ നിന്നിട്ടായിരിക്കും ചോദ്യം വരുന്നത്. അപ്പോൾ അവിടെ ഒരു റൈറ്റിംഗ് പാഡും അതുപോലെ പെന്നും വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ വീഡിയോ ആദ്യമേ തുടങ്ങി വളരെ വൃത്തിയായി ശ്രദ്ധിച്ചിരിക്കുക. ചോദ്യം ഏത് ഭാഗത്തു നിന്നും വരാം. വീഡിയോ കണ്ടാലോ? എൻ്റെ പേര് ഇബ്രാഹിം കൂവയ്ക്കൽ MST. ഇപ്പോൾ ഞാൻ മാണ്ഡ്യ രൂപതയിലെ ഒരു പള്ളിയിലാണ് വർക്ക് ചെയ്യുക. 1985 MSTക്കാർ തുടങ്ങിയ ഒരു സ്റ്റേഷനാണ് ശിക്കാരിപുര സഞ്ജീവന എന്നാണ് അറിയപ്പെടുന്നത്. അത് രൂപതയായപ്പോൾ 2010 മാണ്ഡ്യ രൂപതയായപ്പോൾ രൂപതയ്ക്ക് എഴുതിക്കൊട്ട ഒരു സ്റ്റേഷനിൽപ്പെട്ടതാണ് ഈ ശിക്കാരിപുര. ഇപ്പോൾ ഞാൻ മാണ്ഡ്യ രൂപതയിലെ ഒരു MST അച്ഛനായിട്ട് ഈ സ്റ്റേഷനിൽ വർക്ക് ചെയ്യുകയാണ്. അപ്പോൾ ഇവിടെ 1985 MST ഫാദർ ജോസഫ് കുളത്തിങ്കൽ അച്ഛനാണ് ഇവിടെ പ്രാരംഭമാകുന്നത്. അപ്പോൾ അച്ഛൻ ഇവിടെ വന്നപ്പോൾ ഇതിലെ പാസ് ചെയ്തപ്പോൾ ഇങ്ങനെ കുടിൽ കെട്ടി താമസിക്കുന്ന കുറേ ഭവനങ്ങൾ കണ്ടു. അപ്പോൾ ഭവനങ്ങൾ കണ്ടപ്പോൾ അച്ഛൻ അവരുടെ അടുത്ത് സംസാരിച്ചപ്പോൾ അവർ ഇന്നലെ ആഴ്ചയിൽ ഒരാഴ്ച ഇവിടെ താമസിക്കും, പിന്നീട് മറ്റ് സ്ഥലങ്ങളിലേക്ക് പോകും എന്ന് പറഞ്ഞപ്പോൾ അവരുടെ പിള്ളേരെ പറ്റി ചോദിച്ചപ്പോൾ പിള്ളേർക്ക് വിദ്യാഭ്യാസമൊന്നുമില്ല, ഞങ്ങളുടെ കൂടെ തന്നെ പിള്ളേരും പോകുമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ നിങ്ങളുടെ പിള്ളേരെ നോക്കിക്കോളാം, നിങ്ങൾക്ക് കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചു. അന്നേരം ആദ്യം അച്ഛനെ സ്വീകരിക്കാൻ അവർക്ക് സ്വല്പം ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എങ്കിലും അച്ഛൻ 2 ദിവസം അവരോട് താമസിച്ചപ്പോൾ അച്ഛനുമായിട്ടൊരു ബന്ധം സ്ഥാപിക്കുകയും അങ്ങനെ അച്ഛൻ അവരുടെ പിള്ളേരെ ഇവർ നായാട്ടിന് പോകുമ്പോൾ അച്ഛൻ അവരുടെ പിള്ളേരെ നോക്കാനുള്ള ഉത്തരവാദിത്തം ഏറ്റെടുത്തു. അങ്ങനെയാണ് അന്ന് മുതലാണ് ഇവിടെ ഒരു സ്റ്റേഷനായിട്ട് രൂപാന്തരപ്പെടാനുണ്ടായ കാരണം. വീഡിയോ കണ്ടില്ലേ? കണ്ടു. അത്യാവശ്യം കുറേ പോയിന്റ്സ് ഒക്കെ അച്ഛൻ പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞിരുന്നു. ആ വിഷയത്തിന് നോട്ട്സ് ഒക്കെ എഴുതിയെടുത്തു. എഴുതിയെടുത്തിട്ടുണ്ട്. അപ്പൊ അതൊക്കെ റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കാം വരുന്നത്. അപ്പൊ നമുക്ക് ചോദ്യം കണ്ടാലോ? ചോദ്യം കാണാം. ചോദ്യം ഇതാണ്: ഫാദർ എബ്രഹാം കൂവയ്ക്കൽ മാണ്ഡ്യ രൂപതയിൽ എവിടെയാണ് സേവനം ചെയ്യുന്നത്? സിഖ് വൈര അങ്ങനെ എന്തോ ഒരു സ്ഥലം. കറക്റ്റ് അച്ഛൻ്റെ വോയിസ് എനിക്ക് കുറച്ച് ക്ലിയർ ആയിട്ടല്ലാതെയായിരുന്നു കേട്ടോണ്ടിരുന്നത്. സോ എനിക്ക് സിഖ് വൈരകളുടെ ഇടയിൽ ജോലി ചെയ്യാൻ കുറച്ച് കഷ്ടപ്പാടാണെന്ന് അച്ഛൻ പറഞ്ഞതുപോലെ ഒരു ഓർമ്മ. ഏകദേശം നമ്മുടെ ഉത്തരത്തിനോട് അടുത്ത് എത്തിയിട്ടുണ്ട്. നമുക്ക് ആൻസർ ചെക്ക് ചെയ്താലോ? ചെക്ക് ചെയ്യാം. ശിക്കാരിപുര എന്നാണ് അച്ഛൻ പറഞ്ഞത്. ഏകദേശം ശരിയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലൊരു കൈയടി നമുക്ക് കൊടുക്കാം. ഈ റൗണ്ടിൽ ഒരു ചോദ്യമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ ചോദ്യത്തിനുള്ള സമ്മാനം കൊടുത്താലോ? അധീന അങ്ങനെ 4 റൗണ്ടും പൂർത്തിയാക്കി 4 സമ്മാനവും മേടിച്ചു. പക്ഷെ ഒരു ജനറൽ ക്വസ്റ്റ്യൻ കൂടി ബാക്കിയുണ്ട്. അതിനു മുൻപ് നമുക്ക് നമ്മുടെ ഓഡിയൻസിന് ഒരു ചോദ്യം കൊടുക്കാം. ചോദ്യം കേട്ടാലോ? ചോദ്യം ഇതാണ്: മാനന്തവാടി രൂപത ഏതൊക്കെ ജില്ലകളിലായാണ് ഇപ്പോൾ വ്യാപിച്ചു കിടക്കുന്നത്? ഒരപ്പച്ചൻ കൈപോക്കിട്ടുണ്ട്. അപ്പച്ച വേഗം വാ. അപ്പച്ചന് നല്ലൊരു കൈയടി കൊടുത്തേ. നമ്മുടെ ഓഡിയൻസിൽ നിന്ന് ഉത്തരം പറയാനായിട്ട് വേഗം വന്നിട്ട്. 4 ജില്ലകളിലായിട്ടാണ് മാനന്തവാടി രൂപത. വയനാട്, കണ്ണൂർ, മലപ്പുറം, നീലഗിരി. നമ്മളെ ഉത്തരം ശരിയാണെന്ന് പറയേണ്ട താമസമില്ല. അവിടെ കൈ അടിച്ചു. കറക്റ്റ് ആണ് ആൻസർ. നമ്മുടെ അധീനയെ ഇനി കാത്തു നിൽക്കുന്നത് ജനറൽ ക്വസ്റ്റ്യൻ ആണ്. രൂപതയെയോ ഇടവകയെയോ സംബന്ധിച്ച ആ 7ാമത്തെ ചോദ്യം. റെഡിയല്ലേ?
റെഡിയാണ്. ടെൻഷനൊക്കെ ഒന്നുമില്ലല്ലോ? ടെൻഷനൊന്നുമില്ല, എന്തായാലും 4 സമ്മാനം കിട്ടിയില്ലേ, ഇനിയിപ്പോൾ ടെൻഷൻ അടിച്ചിട്ട് എന്തിനാ വെറുതെ. നമുക്ക് ചോദ്യം കാണാം. ചോദ്യം കാണാം. തോണിച്ചാൽ ഇടവകയുടെ ആദ്യ വികാരി ആര്? ഫാദർ ജോസഫ് മണ്ണൂരാമ്പറ്റാണ്. ഈ ഒരൊറ്റ ചോദ്യം കൂടി ശരിയാക്കി കഴിഞ്ഞാൽ മെമൻറ്റോയും പാർട്ടിസിപ്പേഷൻ സർട്ടിഫിക്കറ്റും ഗിഫ്റ്റ് ബാഗുമായിട്ട് വീട്ടിലേക്ക് പോകാം. അപ്പോൾ ഒന്നും കൂടി ആലോചിച്ച് ആൻസർ പറഞ്ഞാലോ? സഹായം ആവശ്യമുണ്ട് ഓഡിയൻസിൻ്റെ? ആവശ്യമുണ്ട്. ആരാണ് അദീനയെ സഹായിക്കാനായിട്ട് ഓടി വരുന്നത്? ഒരു സിസ്റ്റർ കൈപൊക്കിയിട്ടുണ്ട്. ആൻസർ അറിയാൻ തോന്നുന്നു. സിസ്റ്റർ ഓടിപ്പോരെ. സിസ്റ്റർ പേടിക്കണ്ട, തെറ്റിയാലും ഒരു കുഴപ്പമില്ല. ഫാദർ പോൾ മണക്കാട്ടുമറ്റത്തിൽ. ഫാദർ പോൾ മണക്കാട്ടുമറ്റത്തിൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ഉത്തരം ഓക്കെയാണ്, അക്സെപ്റ്റ് ചെയ്യുന്നു. ഫാദർ പോൾ മണക്കാട്ടുമറ്റത്തിൽ അക്സെപ്റ്റ് ചെയ്യുന്നു. അക്സെപ്റ്റ് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ആൻസർ നോക്കിയാലോ? തെറ്റിപ്പോവാ സിസ്റ്ററെ? അറിയില്ല. നമുക്ക് ആൻസർ നോക്കാം. ഫാദർ പോൾ മണക്കാട്ടുമറ്റം ആൻസർ കറക്റ്റ് ആണ്. നല്ലൊരു കൈയടി നമ്മൾ പറയേണ്ടി വന്നില്ല. അവർ ഓഡിയൻസ് കൈ അടിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് സമ്മാനം കൊടുത്താലോ? സമ്മാനം നമുക്ക് സിസ്റ്ററിന് കൊടുക്കാം. ഇത്ര സ്നേഹത്തോടെ സിസ്റ്റർ വന്ന് ഉത്തരം പറഞ്ഞു കൊടുത്തപ്പോൾ നമുക്ക് എന്തായാലും അദീനയെ കൊണ്ട് തന്നെ നമുക്ക് സിസ്റ്ററിന് സമ്മാനം കൊടുപ്പിക്കാം. അങ്ങനെ 4 റൗണ്ടും ജനറൽ ക്വസ്റ്റ്യനും കഴിഞ്ഞു. ജനറൽ ക്വസ്റ്റ്യൻ ആൻസർ പറയാൻ പറ്റിയില്ല, സാരമില്ല. മെമൻറ്റോ ലഭിക്കുന്നില്ലെന്നേ ഉള്ളൂ. പാർട്ടിസിപ്പേഷൻ സർട്ടിഫിക്കറ്റും സമ്മാനങ്ങളും ഗിഫ്റ്റ് ബാഗായിട്ടാണ് അദീന പോകാൻ പോകുന്നത്. അങ്ങനെയാണെങ്കിൽ സമ്മാനങ്ങളായിട്ട് പ്രേക്ഷിത വാഹിനിയിൽ നിന്ന് ഇറങ്ങിയാലോ? ഈ സമയം നമ്മുടെ അദീനയെ ഒന്ന് ഹെൽപ്പ് ചെയ്യാനൊക്കെ ആയിട്ട് അദീനയെ ഇതേപോലെ ഒരുക്കി വിട്ട അദീനയുടെ അമ്മ വന്നിട്ടുണ്ടെന്നാ പറയുന്നത്. അമ്മയെയും പ്രേക്ഷിത വാഹിനിയുടെ അടുത്തേക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ആദ്യത്തെ പാർട്ടിസിപ്പന്റ് അദീന നിറയെ സമ്മാനങ്ങളുമായിട്ടാണ് പ്രേക്ഷിത വാഹിനിയിൽ നിന്ന് പോയിരിക്കുന്നത്. നല്ലൊരു മത്സരാർത്ഥിയായിരുന്നു. എല്ലാ ചോദ്യങ്ങൾക്കും പെട്ടെന്ന് ഉത്തരം പറയുന്നുണ്ടായി. അതുപോലെ തന്നെ ഓഡിയൻസും നല്ല രീതിയിൽ സപ്പോർട്ടീവാണ്. പക്ഷേ നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് അവസാനിപ്പിക്കേണ്ട സമയമായി. ഇന്നത്തെ ഈ എപ്പിസോഡ് അവസാനിക്കുമ്പോൾ നിങ്ങൾ ഒരു കാര്യം ഓർത്തിരിക്കുക. ഏശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ പറയുന്നു, ഇതാ ഞാൻ താങ്ങുന്ന എൻ്റെ ദാസൻ, ഞാൻ തിരഞ്ഞെടുത്ത എൻ്റെ പ്രീതിപാത്രം, ഞാൻ എൻ്റെ ആത്മാവിനെ അവന് നൽകി, അവൻ ജനതകൾക്ക് നീതി പ്രദാനം ചെയ്യും. മിഷനെ അറിയാൻ, മിഷനെ സ്നേഹിക്കാൻ, മിഷണറിയാകാൻ. സാന്തോ മിഷൻ ക്വിസ്റ്റൈൻമെന്റ്. ദിസ് ഇസ് സിനു, ദിസ് ഇസ് ലിഖിത, സൈനിങ് ഓഫ്. താങ്ക് യു. പ്രേക്ഷിതവാഹിനി വന്നിരാ പുതിയ ദൂതുമാ യേശുവിൻ സാക്ഷികളായി തീരാൻ ഉണരു യുവതയെ നീ. ഒന്നിച്ചൊന്ന ചേരാം, സ്നേഹം പങ്കുവെക്കാം, അറിവിൻ മധുരം പകരാൻ മുന്നേറാം. മത്തുമ നൽകിയ പ്രേക്ഷിത ചൈതന്യത്തിനാളം ഉജ്ജ്വലിപ്പിക്കാൻ. മിഷനെ അറിയാം, മിഷണറിയാകാം, മിഷനെ സ്നേഹിക്കാം, മിഷണറിയാകാം, മിഷനെ അറിയാം, മിഷണറിയാകാം, മിഷനെ സ്നേഹിക്കാം, മിഷണറിയാകാം. സാന്തോ മിഷൻ.